കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ലെന്ന് ആരാ പറയുന്നത്? വലിയ ആളാവാഞ്ഞിട്ടും സമാധാനം ഇല്ലാത്ത വേറൊരാള് അല്ലേ? നിങ്ങളോട് ഏതെങ്കിലും വലിയ ആൾ പറഞ്ഞോ, ഞാൻ വലിയ ആളായതുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഞാൻ വലിയ ആളായതുകൊണ്ട് ഞാൻ നല്ല പ്രതിസന്ധി അനുഭവിക്കുന്നു ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. വലിയ ആളാവാൻ കഴിയാതെ പോയ കുറെ ആളുകൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചു, don't have a big dream, live with a small and ordinary life. ചെറിയ ലൈഫ്, ചെറിയ ജോലി, കടമില്ലാത്ത ലൈഫ്, ഇതിനു വേണ്ടി നിങ്ങൾ ജീവിച്ചാൽ മതി, ഇതാണ് പീസ്ഫുൾ. ഇറ്റ്സ് റോങ്. നമ്മൾ അവിടെ നിന്നൊക്കെ ഈ കഥകൾ, ഇത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജോലി ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ളവർക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് യുവർ മൈൻഡ്. ഇവിടെ പഠിക്കാൻ വിടുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരും പഠിക്കാൻ വരുന്ന കുട്ടികളും ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് ലൈക്ക് എ ഗ്ലോബൽ ഹീറോ. നിങ്ങൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള പഞ്ചായത്തിലുള്ള 4 ആളോട് മാത്രമല്ല. നിങ്ങൾ ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടും. ഏകദേശം 70-ലേറെ രാജ്യങ്ങളിൽ ആക്റ്റീവായിട്ട് എൻ്റെ കോഴ്സ് എല്ലാ മാസത്തിലും 4-5 ബാച്ചിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ? ഐ ക്യാൻ സെൽ മൈ കോഴ്സ് ടു ദ ഗ്ലോബൽ ഫേസ്. ഞാൻ അമേരിക്കക്കാരൻ എൻ്റെ സ്റ്റുഡൻ്റാ. എൻ്റെ ഒരു മോർണിംഗ് ബാച്ച് ഉണ്ട് ബിസിനസ്സുകാർക്ക് ആവശ്യമുള്ള 10x ട്രാൻസ്ഫോർമേഷൻ. പീപ്പിൾ ആർ ഫ്രം യൂറോപ്പ്, ഇറ്റലി, യൂറോപ്പിലെ ഡിഫറെന്റ് കൺട്രീസിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്, ഗൾഫിൽ നിന്നുണ്ട്. ദേ ആർ ഓൾ അറ്റൻഡിങ് ഫ്രം ഡിഫറെന്റ് നേഷൻസ്, ഡിഫറെന്റ് വേൾഡ്. ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല. ദെൻ എന്തുകൊണ്ട് നമുക്കൊരു ഗ്ലോബൽ ഹീറോ ആയിക്കൂടാ? You have to start thinking like being a global hero or becoming a global hero. It's not a big task now. Start thinking like a global hero. നിങ്ങൾ ജോലി ചെയ്യുന്നതും നിങ്ങൾ പഠിക്കാൻ പോകുന്നതും നിങ്ങളുടെ കാപ്പബിലിറ്റി ഉപയോഗിക്കാൻ പോകുന്നതും ക്യാമ്പസിൽ വരുന്നതും ഇവിടെ കിടന്ന് ഏതെങ്കിലും ചെറിയ ജോലിയിൽ പെട്ടിക്കിടക്കാനാണെന്നുള്ള ചിന്തയിൽ നിന്ന് നിങ്ങൾ ആദ്യം ആ ബാരിയറിന് പുറത്ത് കിടക്കണം. ആ ബാരിയറിന് പുറത്ത് കിടന്ന് 3 വർഷം കഴിയുമ്പോഴേക്കും ഐ ഹാവ് ടു മേക്ക് ഷുവർ മൈ ഡെസ്റ്റിനി എന്ന് വന്നു കഴിഞ്ഞാൽ പൊടിയും കൊണ്ട് വരുന്നവരോട് പറയും, മൈ ഡിയർ ഫ്രണ്ട്, എനിക്കിതിന് സമയമില്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ക്ലിയർ ഡെസ്റ്റിനി. അത് ചെറുതാവാനും പാടില്ല. ചെറിയ ഗോൾ ഉണ്ടാക്കാനും ചെറിയ ജീവിതത്തിനും ഈസിയാണ്. പക്ഷെ ഇന്ന് അതും വലിയ സ്ട്രഗിളിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? Take your kids, let them live their dream. നിങ്ങളുടെ മക്കൾ, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നിങ്ങളുടെ സ്വപ്നത്തിന്റെ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം ജീവിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ എക്സ്പയർഡ് സ്വപ്നത്തിന്റെ വാക്താക്കളാവാനല്ല നിങ്ങൾ മക്കളെ സൃഷ്ടിക്കേണ്ടത്. മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ? എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല, ഞാൻ എൻ്റെ മകളെ ഡോക്ടറാക്കുന്നു. എനിക്ക് പ്രൊഫസറാകാൻ പറ്റിയില്ല, ഞാൻ അവനൊരു താല്പര്യമില്ലാഞ്ഞിട്ടും അവനെ പിടിച്ചിട്ട് കോളേജ് അധ്യാപകനാക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്വപ്നം എക്സ്പയർ ആണ്. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ കാലത്ത് ഡോക്ടർ വാല്യുബിൾ ആയിരിക്കാം, നിങ്ങളുടെ കാലത്ത് പ്രൊഫസർ വാല്യുബിൾ ആയിരിക്കാം. ഇന്നത് എക്സ്പയർ. അത് വേണ്ടെന്നല്ല, നിങ്ങളുടെ സ്വപ്നം എക്സ്പയർ ആയിക്കാൻ അത് മറ്റുള്ളവരിലേക്കല്ല ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കണ്ടേ. നിങ്ങളുടെ കുട്ടി നിങ്ങളിലൂടെ ജനിച്ചു എന്നതിനർത്ഥം നിങ്ങളെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നല്ല. ഹീ ഈസ് എ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ. അയാൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ, അവള് ജീവിക്കുന്ന ഈ കാലത്താണ്. അവരുടെ സ്വപ്നത്തിനൊപ്പം അവരുടെ ആഗ്രഹത്തിനൊപ്പം പറക്കാൻ ചിറകിനെ സ്ട്രെങ്തൻ ചെയ്ത് മോറൽ വാല്യൂസ് വേണം. വാല്യൂസ് വേണ്ടെന്നല്ല, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, ഏത് കൾച്ചറിലാണോ, ഏത് കസ്റ്റത്തിലാണോ, ആ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ചിറകിന് ശക്തിപ്പെടുത്താനുള്ള കപ്പാസിറ്റിയും ബോധ്യവും വേണം മാതാപിതാക്കൾക്ക്, നമ്മൾക്കും വേണം. അങ്ങനെ നമ്മൾ അവരുടെ ഡ്രീം അവർ ജീവിക്കട്ടെ. കാരണം ദിസ് ഇസ് ദ ടൈം ടു ക്രിയേറ്റ് എ ന്യൂ യു. ആർ യു റെഡി?